ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ശബരിമലയിലേക്ക് വരികയാണ്. അവിടെ ക്യാമ്പ് ഓഫീസ് തുറക്കാൻ കൂടി പോവുകയാണ്. അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. OT സ്വർണം കൊണ്ടുകൊടുത്ത നാഗേഷ് സ്വർണ്ണപ്പണിക്കാരൻ കൂടിയാണ്. ഈ രണ്ടുപേരും കൂടി ഉരുക്കി മാറ്റിയ സ്വർണത്തിന്റെ കണക്ക് എത്രയാണ്, എത്ര കാലമായി, എങ്ങനെയൊക്കെ, എവിടെ നിന്നൊക്കെ ഏതെല്ലാം സ്വർണ്ണങ്ങൾ അടിച്ചുകൊണ്ട് പോയി എന്നതിന്റെ ഉത്തരം തേടുകയാണ് SIT. 2007 ശബരിമലയിൽ വന്നുകൂടിയ പോറ്റി 2025 വരെ സജീവ സാന്നിധ്യമായി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മേലാള ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. അതിനിടയ്ക്ക് പലതവണയായി അവിടെ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പുറത്തു പോകുന്നു, അത് മാറ്റിപ്പണത് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. അതിനിടയ്ക്ക് അവിടെ വേറെ ചില പണികൾ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ തന്നെ അവിടുത്തെ സ്വർണ്ണപ്പണികൾ പൂർത്തിയാക്കിയിട്ടുള്ള വേറെ കോൺട്രാക്ടേഴ്സ് ഉണ്ട് എന്നുകൂടി നമ്മൾ കാണണം. അപ്പോൾ പോറ്റി മാത്രം എന്തിനിത് പുറത്തു കൊണ്ടുപോയി എന്ന ചോദ്യമുണ്ട്. പുറത്തു കൊണ്ടുപോകാൻ ശബരിമലയിലെ മാനുവൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് സഹായം എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യമുണ്ട്. ഇതെല്ലാം അവിടെ നിൽക്കുകയാണ്. സുനിൽ ഐസക്കിനോടൊപ്പം ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഒരു ദേവസ്വം ബോർഡ് പ്രതി ചേർക്കപ്പെടുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സന്ദർഭമാണ്. അതിൽ തന്നെ CPIM-ന്റെ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണല്ലോ. അതുമാത്രവുമല്ല, അന്വേഷണം മുന്നോട്ട് പോകവേ ഇതൊരു വലിയ ലാർജ് സ്കെയിൽ തട്ടിപ്പാണെന്നുള്ള വിവരം പുറത്തു വരുന്നു. ദീർഘകാലം സമയമെടുത്ത് വളരെ കൂളായി നടത്തിയ തട്ടിപ്പാണെന്ന് വരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ സുനിൽ, അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പേര് എവിടെയും വന്നിട്ടില്ലല്ലോ എന്നാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പേരും വന്നിരിക്കുകയാണ്. സർക്കാർ കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്നു, അല്ലെങ്കിൽ CPIM എന്ന് പറയുന്ന ഭരണ പാർട്ടി കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്നു ഈ വിഷയത്തിൽ എന്നതാണോ ഈ ദിവസങ്ങളിലെ പ്രത്യേകത? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേരള ഹൈക്കോടതി മുമ്പാകെ ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാർ സമർപ്പിച്ച റിപ്പോർട്ട്, അത് സർക്കാരിനെയും CPM-നെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നു, ഇത് അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് അങ്ങനെ കൈകഴുകി പോകാൻ ആർക്കും കഴിയില്ല. അവിടെ നടന്നിട്ടുള്ള എല്ലാ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൃത്യമായി ആ ദേവസ്വം ബോർഡിന്റെ കൂടി പിന്തുണയുണ്ട്. അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അക്കാര്യത്തിൽ തുടരന്വേഷണം ഉണ്ടാവണം കൃത്യമായി എന്നാണ് പറയുന്നത്. അതായത് 2019 അന്നത്തെ ഭരണസമിതിക്കെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ. അവരെയാണ് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ളൊരു റിപ്പോർട്ട് കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് കേരള ഹൈക്കോടതി ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി കൃത്യമായി ഒരു SIT അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുകയും അങ്ങനെ ആ അന്വേഷണ സംഘം ഇട്ട FIR-ൽ 8ാം പ്രതിയായി 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിയേർക്കുകയും ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിയേർക്കുക എന്ന് പറഞ്ഞാൽ ആ ഭരണസമിതിയുടെ പ്രസിഡന്റ് പത്മകുമാർ, ഒപ്പം അതുമായി ബന്ധപ്പെട്ട് അതിൽ CPM-ന്റെ നോമിനികളായിട്ടുണ്ടായിരുന്ന 2 മറ്റ് മെമ്പർമാരുണ്ട്. അവരടക്കമുള്ള ആളുകളെ കൂടിയാണ് ഇതിൽ പ്രതിയേർത്തിരിക്കുന്നത്. സ്വാഭാവികമായും ദേവസ്വം ബോർഡിനും പാർട്ടിക്കും സർക്കാരിനും ഒന്നും ഇതിൽ നിന്ന് കൃത്യമായി അതിന് മറുപടി പറയാതെ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നൊരവസ്ഥയിലേക്ക് ഇപ്പോൾ മന്ത്രി വാസവനൊക്കെ മാറിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ വാസവൻ പറഞ്ഞത് ഇതിൽ ദേവസ്വം ബോർഡിന് എന്താണ് പങ്ക് എന്ന് ചോദിച്ച വാസവൻ ഇന്നലെ കോടതിയുടെ റിപ്പോർട്ട് ഇന്നലെ ആ വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അന്വേഷണം നടക്കട്ടെ എന്നൊരു മൂഡിലേക്ക് മാറിയിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതൃത്വമൊന്നും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുമില്ല. പക്ഷേ പാർട്ടിക്കും സർക്കാരിനും മറുപടി പറയണം. കാരണം പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ നോമിനിയായി CPM-ന്റെ ഒരു ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ഒരു നേതാവായിരുന്നു. ആ നേതാവിനെ പാർട്ടിയാണ്, CPM-ആണ് അതിന്റെ ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്, തെരഞ്ഞെടുക്കുന്നത് അവരുടെ നോമിനിയായിട്ടാണ്. സ്വാഭാവികമായും അവിടെ നടന്ന അത്തരം കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരവാദിത്വം ആ ദേവസ്വം ബോർഡിനും ചെയർമാനുമുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കുമുണ്ട്. നോക്കൂ, ഇന്നലെ പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് നമ്മൾ ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ കൃത്യമായി അയാൾ പറയുന്നത്, ഞാൻ മാത്രമാണോ ഉത്തരവാദി, എനിക്ക് മുകളിലും താഴെയും ഒക്കെ മറ്റുള്ള ആളുകളുമില്ലേ എന്നൊരു ചോദ്യം പത്മകുമാർ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. അതായത് അത് തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, തനിക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തന്നെ ലക്ഷ്യമിട്ടാണ്. കൃത്യമായി പേര് പറയുന്നില്ലെങ്കിൽ കൂടിയും അത് കടകംപള്ളിയെ ലക്ഷ്യമിട്ടാണ് അത്തരത്തിലൊരു സംസാരം എന്ന് കൃത്യമായി വ്യക്തമാകേണ്ടവർക്ക് വ്യക്തമാകും. അതായത് പത്മകുമാർ പറയുന്നത് തന്റെ ഉത്തരവാദിത്വം മാത്രമല്ല, അന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് കൂടി കൃത്യമായ പങ്കുണ്ട് എന്നാണ്. പക്ഷേ ഇതിലെ അന്വേഷണം എവിടം വരെ പോകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. CPM-നെ സംബന്ധിച്ച് സ്വാഭാവികമായും കടകംപള്ളി എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയിലേക്ക്, അവരുടെ സംസ്ഥാന നേതാവിലേക്ക് അന്വേഷണം പോയാൽ CPM-ന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് പത്മകുമാറിൽ ഈ അന്വേഷണം ഒരുപക്ഷെ അവസാനിപ്പിക്കാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം പത്മകുമാറിൽ എത്തിയാൽ പോലും പത്മകുമാറിനെ ഇതുമായി ബന്ധപ്പെട്ട്
SIT ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി അയാൾക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും CPM വലിയ പ്രതിസന്ധിയിലാവും. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് നോക്കൂ നിഷാദ്, CPM ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് സമുദായ സംഘടനകൾ NSSഉം SNDPയും അടക്കമുള്ള സമുദായ സംഘടനകളെ അവർക്കൊപ്പം നിർത്തുന്നതിനുള്ള തിരക്ക് പിടിച്ച ധൃതി പിടിച്ച നീക്കങ്ങളൊക്കെ പല തലത്തിൽ പല തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം അടക്കമുള്ള പദ്ധതികൾ പരിപാടികളൊക്കെ പാർട്ടി നടപ്പിലാക്കിയത്. അതൊക്കെ വലിയ വിജയമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സമുദായ സംഘടനാ നേതാക്കളൊക്കെ എത്തുന്നു. NSSഉം SNDPയും ഒക്കെ സർക്കാരിനെ ആവോളം വാനോളം പുകഴ്ത്തുന്നു. അങ്ങനെ പാർട്ടിയുമായി സമുദായ സംഘടനകളൊക്കെ അടുത്തു നിൽക്കുകയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ ഒരുക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ കോട്ടയ്ക്ക് മുകളിലേക്കാണ് ഈ ആരോപണം എന്ന് പറയുന്ന ആരോപണം വന്ന് വീഴുന്നത്. അത് പാർട്ടിയെ ചെറുതായിട്ടൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM വളരെ അല്ല സുനിൽ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ അയ്യപ്പ സംഗമം നടത്തുക, ഈ അയ്യപ്പ സംഗമം നടത്തി ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ചില കളികൾ കളിക്കാമെന്ന് സർക്കാർ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് തന്നെ നോക്കൂ, NSS ഒരു പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനയാണ്. അവർ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഒരു അഗ്രസീവ് പൊസിഷൻ സർക്കാരിനെതിരെ എടുക്കുന്നില്ല. പിന്നെയുള്ള SNDP യോഗമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി കട്ടിട്ടുണ്ടെങ്കിൽ ഇത് പോറ്റിയായിരിക്കുമെന്ന നിലപാട് സ്വീകരിച്ച് സർക്കാരിനെ സംരക്ഷിച്ച് പിടിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ആ നിലയ്ക്ക് കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, NSS ഒക്കെ നാമജപ ഘോഷയാത്രയാൻ വേണ്ടി തെരുവിലുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭം ഇപ്പോഴില്ല എന്നത് കാണേണ്ട കാര്യമല്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷേ അത് സമുദായ നേതാക്കൾ എന്നതിനപ്പുറത്തേക്ക് അത് അവരുടെ അണികളെ വിശ്വാസികളെ ഒക്കെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളൊരു ഭയം സ്വാഭാവികമായും CPMനുണ്ട്. ഈ സമുദായ നേതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര അണികളുണ്ട് എന്നുള്ള കാര്യത്തിൽ സമുദായ നേതാക്കൾക്ക് തന്നെ ഇക്കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ടാകും. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറിയൊക്കെ ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ പറയുന്നത് അത് എല്ലാ അമ്പലങ്ങളിലും മോഷണം നടക്കും, ചക്കരക്കുളത്തിൽ കൈയിട്ട് വരുന്നവനൊക്കെ നക്കും എന്ന തരത്തിലാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ ഇത് സാധാരണ വിശ്വാസികളെ അവരെയാണ് ഇത് എത്രത്തോളം അവർക്ക് മുറിവേൽപ്പിക്കപ്പെടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമുദായ നേതൃത്വത്തിന് നേതാക്കൾക്കൊക്കെ അവരുടേതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ NSS ആയാലും നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പരസ്യമായി സർക്കാരിനെതിരെ ഒരു നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടില്ല. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല വിശ്വാസികളായ അയ്യപ്പ വിശ്വാസികളായ സാധാരണക്കാരായ ഭക്തരുണ്ട്. അവരെയാണല്ലോ ലക്ഷ്യമിട്ടുകൊണ്ട് CPM ഇത്തരത്തിലുള്ള നടപടികളും നീക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം നീക്കങ്ങൾക്ക് സ്വാഭാവികമായും ഇതൊരു തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ സ്വാഭാവികമായും പാർട്ടിക്കുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കൊല്ല സമ്മേളനത്തിന് ശേഷം നോക്കൂ നിഷാദ്, പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പതിയെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാമായിരുന്നു. അതായത് കഴിഞ്ഞ കൊല്ല സമ്മേളനത്തിന് ശേഷം പിന്നെ അതുപോലെ കഴിഞ്ഞ നടന്ന അയ്യപ്പ സംഗമം അടക്കമുള്ള പരിപാടികളിലൊക്കെ ഈ പത്മകുമാറുമായിട്ട് ഒരു അകലം പാലിക്കുന്നതിന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പത്മകുമാർ ഉള്ള വിവരങ്ങൾ നേരത്തെ തന്നെ സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസോ മറ്റോ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ട ഘട്ടം കൂടിയാണിത്. പക്ഷേ അന്നൊക്കെ അത് പൊതിഞ്ഞു വെച്ച കാര്യങ്ങൾ പിന്നീട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും ഹൈക്കോടതി നേരിട്ട് തന്നെ നിർദ്ദേശം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ അതിശക്തമായ ഒരു നടപടിയിലേക്ക് നീങ്ങുമൊക്കെ ചെയ്യുമ്പോഴാണോ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നത്? എന്തായാലും ഇന്നലെ വിജിലൻസ് പറയുന്നത് ഒരു പോറ്റി വിചാരിച്ചാൽ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ഒരു വാസു വിചാരിച്ചാൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ സാധനങ്ങളൊന്നും അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് ട്രാവൻകൂർ ആക്ടിന് വിരുദ്ധമായ, ദേവസ്വം ആക്ടിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ അപ്പാട് നടന്നിട്ടുള്ളത്. അതായത് ട്രാവൻകൂർ ദേവസ്വം ആക്ട് വോളിയം 11 കൃത്യമായി പറയുന്നുണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണിയോ മിനുക്കുപണിയോ എന്തെങ്കിലും നടത്തണമെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നടത്തണം. അതിനപ്പുറത്തേക്ക് ആ അമ്പലം വിട്ടുപോകരുത്, ആ ശബരിമല വിട്ടുപോകരുത്. ഈ സാധന സാമഗ്രികളും പൂജാ സാധനങ്ങളും വിശ്വാസ സംഹിതകളും ഒന്നും അവിടെ നിന്ന് സംഗതികളൊന്നും അവിടെ നിന്ന് പോകരുത് എന്ന് കൃത്യമായി ഈ നിയമമുണ്ട്. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ദ്വാരപാലക ശില്പപാളിയൊക്കെ പോറ്റിയെടുത്തിട്ട് പോയി 10-49 ദിവസത്തിന് ശേഷം ഈ നാട് മുഴുവൻ ചുറ്റി പ്രദർശനം നടത്തി തിരിച്ച് അമ്പലത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ഇതൊന്നും ദേവസ്വം ബോർഡിന്റെ അധികൃതർ അറിയാതെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി ഇന്നലെ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് കൂടി അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നവർ കൂടി പ്രതിപട്ടികയിൽ വരുന്നു. സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനും പാർട്ടിക്കും വന്നു ചേരുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു.